തരത്തിലുണ്ട്. ഇപ്പോൾ തൽക്കാലം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എന്ന് പറയാം. അതിനും അപ്പുറത്തേക്ക് ഒരു നേതാവ് അവതരിക്കേണ്ട കാര്യം എന്താണ് ഇപ്പോൾ ഉള്ളത്? ആളും അർത്ഥവും അദ്ദേഹം നൽകി MLA-മാർക്ക് എന്നതുകൊണ്ട് മാത്രം അത് MLA-മാരുടെ ചോയ്സ് മാത്രമേ ആകുന്നുള്ളൂ. ശ്രീ ഹസ്കർ, അത് ജനങ്ങളുടെ ചോയ്സ് ആയിരിക്കുകയില്ല. ഇത് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടതല്ലേ? തിരിച്ചറിയുമെന്നായിരിക്കും താങ്കൾ കരുതുന്നത് അല്ലേ? അല്ല, നിശ്ചയമായും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ കോൺഗ്രസ് അതിന്റെ മുഖ്യമന്ത്രിയെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. പരമാവധി പോയാൽ ഒരുപക്ഷെ മറ്റന്നാൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഏറ്റവും അനിവാര്യമായ ഒരു മുഖം, കരുത്തുള്ള ശബ്ദം, കരുത്തുള്ള നേതൃത്വം KC-യാണ്. KC-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിട്ടുള്ളതും വരുന്ന 3 കൊല്ലത്തിനുള്ളിൽ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതിയ ഒരു നേതൃനിരയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടെത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പാടുള്ള സാഹചര്യത്തിലും ആലപ്പുഴ പോലുള്ളൊരു പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് വഴി അത് വരാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വലുതാണ് എന്നുള്ളതും കൊണ്ടും നിശ്ചയമായും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും, കാരണം ഹൈക്കമാൻഡ് കൃത്യമായ ഒരു തീരുമാനം എടുത്തിരുന്നു, സിറ്റിംഗ് MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയായിരുന്നു. അപ്പോ ഒരു MP-യെ വീണ്ടും കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുക എന്നുള്ളൊരു ചോദ്യം. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയാവുക എന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്നല്ല. ശ്രീ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും തകർന്നു തരിപ്പണമായി നിന്ന കോൺഗ്രസിനെ ഏറ്റവും ഉജ്ജ്വലമായ വിജയത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്ന ഘട്ടത്തിൽ 99 സീറ്റ് എന്ന മാജിക്കൽ നമ്പറിലേക്ക് ഇടതുപക്ഷം എത്തുകയും അപ്രമാദിത്വത്തോട് ഇടതുപക്ഷം അധികാരത്തിലെത്തുകയും ഒന്നും ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ, സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിൽ കോൺഗ്രസും